ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ബേസിക് സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ടൈപ്പിയോക്ക, ഓട്സ് ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ കണ്ടെയ്ൻസ് ദ ന്യൂട്രിയൻ കാർബോഹൈഡ്രേറ്റ്. വാട്ട് ഫോംസ് ആർ ദീസ് ന്യൂട്രിയൻ സീൻ ഇൻ ദം? അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ഓട്സ്, മധുരക്കിഴങ്ങ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. ഏതെല്ലാം രൂപത്തിൽ ഈ പോഷക ഘടകം ഇവയിൽ കാണപ്പെടുന്നത്? ഏതെല്ലാമായിരിക്കും മക്കളെ? സ്റ്റാർച്ച് ഉണ്ടല്ലേ, അന്നജം, പിന്നെ എന്തായിരിക്കും? ഷുഗർ അല്ലേ, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ ഫൈബേഴ്സ്, സെല്ലുലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ വിറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോപ്പർ ഫങ്ഷനിങ് നെർവ്സ്? എന്താ പറഞ്ഞിരിക്കുന്നത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റമിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമായിരിക്കും മക്കളെ? എഗ്, മിൽക്ക്, മട്ട, റൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് റീസൺ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന മനസ്സിലാക്കി ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. പ്രസ്താവന എന്താ? സ്റ്റേറ്റ്മെന്റ്, അയൺ ടാബ്ലറ്റ് ഈസ് കമ്പൽസറി ഗിവൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾ വൺസ് എ വീക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സ്കൂൾ കുട്ടികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ അയൺ ഗുളിക നിർബന്ധമായും വിതരണം ചെയ്യും. ഇനി നമുക്ക് റീസൺ നോക്കാം. അയൺ ടാബ്ലറ്റ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്, ദേ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അയൺ ഗുളിക പോഷക സമൃദ്ധമാണ്, അത് കുട്ടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അടുത്തത്, ചിൽഡ്രൻ ഹൂ ടേക്ക് ദ അയൺ ടാബ്ലറ്റ് ഡു നോട്ട് ഹാവ് അനീമിയ ബിക്കോസ് അയൺ ടാബ്ലറ്റ് ബ്ലോക്ക് ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനാൽ അയൺ ഗുളിക കഴിക്കുന്ന കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ്, അയൺ ടാബ്ലറ്റ് plays an important role in the formation of hemoglobin in the blood. Those who consume this do not develop anemia. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ അയൺ ഗുളിക കഴിക്കുന്നവർക്ക് വിളർച്ച ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ്, അയൺ ടാബ്ലറ്റ് റിമൂവ്സ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ. അയൺ ഗുളിക ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും രക്തയോട്ടത്തിന്റെ വേഗത കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഓൺലി 3 ഈസ് കറക്റ്റ് അല്ലേ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ അയൺ ഗുളിക കഴിക്കുന്ന കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം സ്റ്റുഡൻസ് ആർ ട്രൈങ് ടു മേക്ക് ഇലക്ട്രോമാഗ്നെറ്റ് ആസ് പാർട്ട് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ദ മെറ്റീരിയൽ ദേ ബ്രോട്ട് ആർ ഗിവൺ ബിലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് കുട്ടികൾ. അതിനായി കുട്ടികൾ കൊണ്ടുവന്ന ചില സാധനങ്ങളാണ് ആ ചിത്രത്തിലുള്ളത്. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽ നീഡഡ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നെറ്റ്? റൈറ്റ് ദ മെത്തേഡ് മേക്കിംഗ് ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവ കൂടാതെ ഏതെല്ലാം വസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തിയാൽ വൈദ്യുതകാന്തം നിർമ്മിക്കാനാവും? അതിൻ്റെ നിർമ്മാണ രീതി എഴുതുക. അതിനുവേണ്ട പ്രോപ്പർട്ടീസ്: 9V ബാറ്ററി, കണ്ടക്ടർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് ലാർജ് അയൺ നെയിൽ. അതിൻ്റെ മെത്തേഡ് ഓഫ് മേക്കിംഗ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മക്കൾ നോക്കണേ. നെക്സ്റ്റ്, റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ്. ഇതിൻ്റെ ആൻസറും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മക്കൾ നോക്കിയാൽ മതി. നെക്സ്റ്റ്, 4 സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു മാഗ്നറ്റ് ആർ ഗിവൺ ബിലോ. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? കാന്തവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏത്? ഫസ്റ്റ്, a nail attached to a permanent magnet attract a pin, so the nail also is a permanent magnet. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ഥിരകാന്തവുമായി ചേർന്നിരിക്കുന്ന ആണി മൊട്ടുസൂചിയെ ആകർഷിക്കുന്നതിനാൽ ആണിയും സ്ഥിരകാന്തമാണ്. നെക്സ്റ്റ്, ലോഡ് സ്റ്റോൺ ഇസ് ദ പെർമനന്റ് മാഗ്നറ്റ്. ലോഡ് സ്റ്റോൺ സ്ഥിരകാന്തമാണ്. നെക്സ്റ്റ്, അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ആൻഡ് ലൈക്ക് പോൾസ് അട്രാക്ട്. കാന്തങ്ങളുടെ വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അൺലൈക്ക് പോൾസ് ആൻഡ് മാഗ്നറ്റ് റിപ്പൽസ് ആൻഡ് ലൈക്ക് പോൾസ് അട്രാക്ട്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ വരുക? 2, ലോഡ് സ്റ്റോൺ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഇതും ലൈക്ക് പോൾസ് ആൻഡ് മാഗ്നറ്റ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്, അതാ വരിക. സ്റ്റേറ്റ്മെന്റ് 2 and 4 are correct. Next, giving shape is a function of the skeleton. Write 2 other functions of skeleton. എന്തെല്ലാമാണ്? പ്രൊവൈഡിങ് സപ്പോർട്ട്, പ്രൊട്ടക്റ്റിംഗ് വൈറ്റൽ ഓർഗൻ ലൈക്ക് ദ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദം ആർ ഗിവൺ ബിലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് എന്താ? ബോഡി പാർട്ട് അല്ലേ.
നെക്സ്റ്റ് നമ്പർ ഓഫ് ബോൺസ്, ഫസ്റ്റത്തെ വെർട്ടിബിൾ കോളം 33 ഉണ്ട്. നമ്പർ ഓഫ് ബോൺസ് റിബ്സ് എത്ര മക്കൾ വരുക? 24 അല്ലേ. അടുത്ത എന്താ വരുക? അടുത്തത് സ്കള് 22 വരും. ലെഗ് 31 വരും. അടുത്തത് എന്താ വരുക? അടുത്തത് സ്റ്റേൺ അല്ലേ, മാറല് വരും. എത്രയാണ്? 1. നെക്സ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് ഓൺ ജോയിൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ഓപ്ഷൻ. അസ്ഥിസന്ധിയുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് എഴുതുക. ഏതാണ് ഫസ്റ്റ്? ഹിഞ്ച് ജോയിന്റ് ഈസ് ദ ജോയിന്റ് ദാറ്റ് ആർ മോർ ഫ്രീഡം ഓഫ് മൊബിലിറ്റി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി. നെക്സ്റ്റ് മോസ്റ്റ് ഓഫ് ദ ജോയിന്റ്സ് ഇൻ ദ സ്കൾസ് ആർ ഇമ്മൂവബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? തലയോട്ടിയിലെ അസ്ഥിസന്ധികളിൽ അധികവും ചലനശേഷി ഇല്ലാത്തവയാണ്. നെക്സ്റ്റ് ദ ജോയിന്റ് ദാറ്റ് കണക്ട് ഹിപ്പ് ബോൺ ആൻഡ് ഫെമർ ഈസ് ദ ഹിഞ്ച് ജോയിന്റ്. ഇടുപ്പെല്ലിൽ തുടയല് ചേർന്നിരിക്കുന്ന സന്ധി വിജാഗിരി സന്ധിയാണ്. അപ്പോൾ ഏതാ മക്കളിൽ കറക്റ്റ് ആക്കി വരിക? ഓൺലി 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. വൈ? വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് ദ കൊളസ്ട്രോൾ ഈസ് ഇൻ എക്സസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്തുകൊണ്ട്? കൊളസ്ട്രോൾ അധികമായാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇപ്പം എന്താ മക്കളെ ആൻസർ വരിക? Moderate amount of cholesterol is required because the body needs it to build healthy cells, create hormones, vitamins D, and aid in digestion. But excess cholesterol lead to plaque buildup in arteries. The narrowing and hardening of arteries can restrict blood flow, increasing the risk of heart attacks, strokes, and other cardiovascular issues. Health issues from excess cholesterol include angina, heart attack, stroke, and even kidney disease, as this plaque can lead to blood clots that block vital blood flow. Next, observe the cartoon. Mom, are you cooking avial? Keeping the vessels open, is it proper? എന്താ പറഞ്ഞിരിക്കുന്നത്? കാർട്ടൂൺ ശ്രദ്ധിക്കുക അല്ലേ. എന്താ അമ്മേ അവിയൽ തുറന്നു വെച്ച് പാചകം ചെയ്യുന്നത്? ഇത് ശരിയായ രീതിയാണോ? What is the reason for the child's question? What measure to be taken care of while cooking to prevent the loss of nutrient value? എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടി അമ്മയോട് ചോദിക്കാനുണ്ടായ കാരണം എന്ത്? ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റമിൻ ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് കറക്റ്റ്? വിറ്റമിനുകളും അവയുടെ കുറവുമുള്ള അപര്യാപ്തത രോഗങ്ങളാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അവയുടെ ശരിയായ ക്രമീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഫസ്റ്റ് നമുക്ക് നോക്കാം. വിറ്റമിനുകൾ ഏതെല്ലാം? വിറ്റമിൻ എ അല്ലേ. ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് മക്കളെ വരുക? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, നിശാന്തത. നെക്സ്റ്റ് വിറ്റമിൻ ബി. വിറ്റമിൻ ബിൻ്റെ ഏതാ വരുക? മൗത്ത് അൾസർ അല്ലേ, വായ്പുണ്ണ്. നെക്സ്റ്റ് വിറ്റമിൻ സിൻ്റെ ഏതാ വരുക? സ്കർവി അല്ലേ. നെക്സ്റ്റ് വിറ്റമിൻ ഡിൻ്റെത് റിക്കറ്റ്സ് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ഫോർ 11 question to be asked to a doctor in a monthly program. Let's ask the doctor organized by the Alcohol Health Club to understand about deficiency disease. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ ആരോഗ്യ ക്ലബ്ബ് നടത്തിവരുന്ന ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രതിമാസ പരിപാടിയിൽ അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ഡോക്ടറോട് ചോദിക്കാനുള്ള ഏതെങ്കിലും പ്രസക്തമായ 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. What exactly constitute a deficiency disease and are they preventable? What are the most common deficiency disease you see in children and teenagers? How can we differentiate between general fatigue or other symptoms and those caused by a nutritional deficiency? Next, is it possible to have a deficiency even with a simply adequate diet? Next question. A child copied the lady finger contains high level cholesterol on seeing the mucilage while cutting it. Do you agree with the opinion of the child? Plan an experiment to prove your opinion. എന്താ പറഞ്ഞിരിക്കുന്നത്? വെണ്ടക്ക മുറിച്ചപ്പോൾ അതിൽ വഴുവഴുപ്പ് കണ്ട കുട്ടി വെണ്ടക്കയിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കുട്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യുക. No, a child opinion that lady finger contain high level of cholesterol is incorrect. On the contrary, lady fingers contain no cholesterol and are known of their health benefits, including reducing bad cholesterol levels. The child might be confusing the vegetable sticky mucilaginous interior with the slimy or greasy feel of fatty foods.
Cholesterol is a waxy substance found only in animal products such as meat, eggs, and dairy, not in plant-based food. The soluble fiber in lady's finger help to bind to and eliminate cholesterol from the body. Next, a table showing the vitamins and food items are given below. Examine the table and choose the correct match from the ഓപ്ഷൻസ്. വിറ്റമിനുകളും അവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെട്ട പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ ക്രമീകരണം ഏതെന്ന് എഴുതുക. ഫസ്റ്റ് വിറ്റമിൻ എ ഏതായിരിക്കും? ഫിഷ്, ക്യാരറ്റ്. നെക്സ്റ്റ് വിറ്റമിൻ ബിൻ്റെ ഏതാ വരിക? മട്ട, റൈസ്, അമാരന്തസ് അല്ലെ, മട്ടേരിയും ചീര. അടുത്തത് വിറ്റമിൻ സിൻ്റെ ഏതാ വരിക? ഗൂസ്ബെറി, ലെമണും. നെക്സ്റ്റ് വിറ്റമിൻ ഇൻ്റെത് ഗ്രൗണ്ട് നട്ട്, ആൽമണ്ട്. നീലക്കടലയും ബദാമും. Next, a skeleton in the science lab of a school is given below. Write the names of functions of the part labeled in the figure. First എന്താ മക്കളെ? സ്കൾ അല്ലേ. രണ്ടാമത്തേത് റിബ്സ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ്. The skull primarily protect the brain, eye, orbits and other delicate structure while providing the bony framework for the face and head. Next, ribsന്റെ the main functions of ribs are to protect vital thoracic organ like the heart and lungs, facilitate breathing by expanding and contracting the chest cavity with the help of muscle and provide structural support for the upper body and attachment points for muscle of the back and chest. Next question, understand the statement and the reason given below and choose the correct answer from the following. It's difficult to walk when there is an injury with the vertical column. Reason, spinal cord, an important part of the nervous system, passes through the vertebral column. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസ്താവന നട്ടെല്ലിന് ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. കാരണം എന്താ? നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അപ്പൊ ഏതാണ് മക്കളെ വരിക? ഡി അല്ലേ. ഓപ്ഷൻ ഡി വരും. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് suitable ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. Next question. A child brought a magnet in the class for conducting an experiment. This magnet did not have magnetic force. Write any two situations which lead to the loss of magnetic force of this magnet. എന്താ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷണത്തിനായി ഒരു കുട്ടി ക്ലാസ്സിൽ കൊണ്ടുവന്ന കാന്തത്തിന് കാന്തശക്തി തീരെയില്ല. കാന്തത്തിന്റെ കാന്തശക്തി നഷ്ടപ്പെടാനിടയായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. എന്തെല്ലായിരിക്കും? എ മാഗ്നെറ്റ് ക്യാൻ ലോസ് ഇറ്റ്സ് മാഗ്നെറ്റിക് ഫോഴ്സ് ബൈ ബീയിങ് സബ്ജക്റ്റഡ് to physical impact such as being hammered or dropped from a height or by being heated to a sufficiently high temperature. Next question. How are U magnet and bar magnet kept to prevent magnetic force? കാന്തശക്തി നഷ്ടപ്പെടാതിരിക്കാൻ യു കാന്തത്തെയും ബാർ കാന്തത്തെയും സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? To prevent the loss of magnetism, a bar magnet is stored in pairs with opposite poles, north and south, facing each other, separated by a piece of wood and with soft iron keepers across the end to complete the magnetic circuit. For a U-shaped magnet, a piece of soft iron is placed across its poles to act as a keeper, keeping the magnetic field contained and complete, storing a bar magnet. Next, a table that contains the figure of magnet and their names are given below. Find the correct group. കാന്തങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും അടങ്ങിയിരിക്കുന്ന പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ കൂട്ടം കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് ഇത് എന്താ മക്കളെ? ഫസ്റ്റത്തെ ഓവൽ മാഗ്നറ്റ് അല്ലേ. രണ്ടാമത്തത് ഹോഴ്ഷൂ മാഗ്നറ്റ്. മൂന്നാമത്തത് സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. നാലാമത്തത് യു മാഗ്നറ്റ്. Next question. Two persons trapped in the sea had to reach the southern shore. They have a twine and bar magnet only. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉൾക്കടലിൽ അകപ്പെട്ട രണ്ടു പേർക്ക് തെക്കുഭാഗത്തുള്ള കരയിലെത്തണം. അവരുടെ കൈവശം ഒരു ചരടും ബാർകാന്തവും മാത്രമാണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ദേ ഹാവ് മേഡ് അസ് ഓഫ് എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റി ദേ ഹാവ് പെർഫോംഡ്. കാന്തത്തിന്റെ ഏത് സ്വഭാവമായിരിക്കും ഇവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അവർ ചെയ്ത പ്രവർത്തനം വിശദമാക്കുക. നെക്സ്റ്റ്, ദ ബാർ മാഗ്നറ്റ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു ഓൾമോസ്റ്റ് 2 equal halves. ഹൗ മെനി പോൾസ് ഡസ് ഈച്ച് പീസ് ഹാവ് ഇൻസ്ട്രേറ്റ് ദം. എന്താ പറഞ്ഞിരിക്കുന്നത്? അവയുടെ കയ്യിൽ നിന്ന് ബാർകാന്തം താഴെ വീണ് ഏകദേശം 2 തുല്യ വലുപ്പമുള്ള കഷ്ണങ്ങളായി മുറിഞ്ഞു. ഓരോ കഷ്ണത്തിനും എത്ര ഉണ്ടായിരിക്കും അത് ചിത്രീകരിക്കുക. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആർ ട്രൂ ഓൺ ഈച്ച് ബ്രോക്കൺ പീസസ്. മുറിഞ്ഞ ഓരോ കഷ്ണത്തിനും താഴെ പറയുന്ന ഏത് പ്രസ്താവനയുമായി ശരിയാവുക? ഫസ്റ്റ്, വിൽ ഒബ്റ്റെയിൻ എ മാഗ്നറ്റ് വിത്ത് നോർത്ത് പോൾ ഓൺലി ആൻഡ് അതർ മാഗ്നറ്റ് വിത്ത് സൗത്ത് പോൾ ഓൺലി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉത്തര ധ്രുവം മാത്രമുള്ള ഒരു കാന്തവും ദക്ഷിണ ധ്രുവം മാത്രമുള്ള മറ്റൊരു കാന്തവും ലഭിക്കും. നെക്സ്റ്റ്,
വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ് ബോത്ത് ഓഫ് ദം ഡു നോട്ട് പാസസ് മാഗ്നറ്റിക് ഫോഴ്സ്. രണ്ട് ചെറിയ കാന്തങ്ങൾ ലഭിക്കും, രണ്ടിനും കാന്തിക ശേഷി ഉണ്ടാവില്ല. നെക്സ്റ്റ് വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ് ആൻഡ് ഈച്ച് ഓഫ് ദം ഹാവ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. രണ്ട് ചെറിയ കാന്തങ്ങൾ ലഭിക്കും, ഓരോ ചെറിയ കാന്തത്തിലും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ടാവും. നെക്സ്റ്റ് വിൽ ദ മാഗ്നറ്റ് ബ്രേക്ക് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഡിസപ്പിയർ. കാന്തം മുറിയുന്നതോടെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഇല്ലാതാവും. അപ്പൊ എന്താ വരും മക്കളെ? മൂന്നാമത്തെ വരും വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ് ആൻഡ് ഈച്ച് ഓഫ് ദം ഹാവ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ ഇന്ന് നടന്ന ബേസിക് സയൻസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.